Unit 4, let's join together. Math Fest എന്ന് പറഞ്ഞാൽ ഗണിതോത്സവം. അവിടെ രണ്ട് കുട്ടികൾ കണ്ടോ പോസ്റ്റർ പിടിച്ചു നിൽക്കുന്നത് കണ്ടില്ലേ? എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? ഫ്രണ്ട്സ് പ്ലീസ് വിസിറ്റ് ഓൾ ദ സ്റ്റോൾസ് എന്ന് എഴുതിയിരിക്കുന്നു അല്ലേ? ബിബി ആൻഡ് ഫ്രണ്ട്സ് ആർ ഹിയർ ഫോർ ദ മാത്ത് ഫെസ്റ്റ്. ഗണിതോത്സവത്തിന് വേണ്ടിയിട്ട് ബിബിയും ബിബിയുടെ ഫ്രണ്ട്സും അവിടെ ഉണ്ട്. സ്റ്റോൾ ഫസ്റ്റിൽ എന്താണ്? ആഡപ്പ് കളറിൻ എന്ന് തന്നിട്ടുണ്ട്. Take 2 cards from the box. Find the sum. Color the flower. കണ്ടോ അവിടെ ഒരു ബോക്സ് വെച്ചിരിക്കുന്നത്? ആ ബോക്സിൽ നിന്ന് 2 കാർഡ്സ് എടുക്കാൻ പറഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കണ്ടിട്ട് ഈ ഫ്ലവർ കളർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്ലവറിൻ്റെ പെറ്റൽസിലൊക്കെ ഓരോ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? കണ്ടില്ലേ? 65, 45, 70, 40, 60 എന്ന്. ഏതൊക്കെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 70 കിട്ടുക എന്ന് കണ്ടെത്തുക. അതുപോലെ തന്നെ ഏതൊക്കെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 65 കിട്ടുക, ഏതൊക്കെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 45 കിട്ടുക, അങ്ങനെ കണ്ടെത്തിയിട്ട് ഈ ഫ്ലവർ കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് നമ്പർ ഇവിടെ ചോട്ടിൽ തന്നിരിക്കുന്നത് കണ്ടില്ലേ? ഡാഷ് പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 70. ഏതൊക്കെ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 70 കിട്ടുക? കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? ഫസ്റ്റ് നമുക്ക് എടുക്കുകയാണെങ്കിൽ 10 + 60 70 ആണല്ലോ, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ 20 + 50 എടുക്കാം അല്ലേ? അല്ലെങ്കിൽ 35 + 35 എന്ന് എടുക്കാം. 15 + 55 ആഡ് ചെയ്താലും 70 ആണ്. അങ്ങനെ ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. നമുക്കിവിടെ എഴുതുന്നത് 20 + എന്തെഴുതാം? 50 എന്ന് എഴുതാം അല്ലേ? 20 + 50 70 ആണല്ലോ. ഡാഷ് പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 60. അപ്പോൾ എന്തെഴുതാം? 30 + 30 ഈസ് ഈക്വൽ ടു 60 എന്ന് എഴുതിക്കോടെ. വേറെയും നമ്പേഴ്സ് 2 നമ്പേഴ്സ് ആഡ് ചെയ്താലൊക്കെ 60 കിട്ടും അല്ലേ? വേറെയും കുറേ നമ്പേഴ്സ് ഉണ്ട് അല്ലേ? നമുക്കിവിടെ എഴുതുന്നത് 30 + 30 ഈസ് ഈക്വൽ ടു 60 എന്ന് എഴുതുന്നുണ്ട്. നെക്സ്റ്റ് നോക്കൂ, ഡാഷ് പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 45. അപ്പോൾ എന്ത് എഴുതാം? 5 + 40 ഈസ് ഈക്വൽ ടു 45 എന്ന് എഴുതിക്കോടെ. അല്ലെങ്കിൽ 35 + 10 ഈസ് ഈക്വൽ ടു 45 എന്ന് എഴുതാം അല്ലേ? ഓക്കെ, ഞാൻ ഇവിടെ എഴുതുന്നത് 10 + 35 ഈസ് ഈക്വൽ ടു 45 എന്നാണ്. നെക്സ്റ്റ് നോക്കൂ, ഡാഷ് പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 65. ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്ത് 65 കിട്ടും? 30 + 35 65 ആണ് അല്ലേ? 20 + 45 65 ആണ്. അപ്പോൾ ഏത് നമ്പർ വേണമെങ്കിലും ആഡ് ചെയ്യാം. അല്ലെങ്കിൽ 60 + 5 ഈസ് ഈക്വൽ ടു 65 ആണ്. ഇനി അടുത്തത് ഡാഷ് പ്ലസ് ഡാഷ് ഈസ് ഈക്വൽ ടു 40. അപ്പോൾ എന്ത് എഴുതാം? 20 + 20 ഈസ് ഈക്വൽ ടു 40 എഴുതാം. 10 + 30 ഈസ് ഈക്വൽ ടു 40 എഴുതാം. അങ്ങനെ ഡിഫറെൻറ്റ് പെയേഴ്സ് ഉണ്ട് അല്ലേ? ഓക്കെ, എന്നിട്ട് ഇവിടെ അങ്ങനെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക? ആ ഫ്ലവർ കളർ ചെയ്യുക. നെക്സ്റ്റ് നോക്കൂ, പേജ് നമ്പർ 47 പെയറിംഗ് ആണ്. പെയർ എന്ന് പറഞ്ഞാൽ അറിയാലോ നിങ്ങൾക്ക്? പെയർ എന്ന് പറഞ്ഞാൽ 2 ആണ് അല്ലേ? അല്ല, പെയർ ഓഫ് ചപ്പൽസ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ചെരുപ്പ് ഉണ്ടായിരിക്കുമല്ലോ, ചപ്പൽസ് അങ്ങനെയല്ലേ? അപ്പോൾ അതാണ് പെയർ എന്ന് പറഞ്ഞാൽ. പെയർ മീൻസ് 2 തിങ്സ് ടേക്കൺ ടുഗദർ. ഒരുമിച്ച് 2 സാധനങ്ങൾ എടുക്കുക, അതിന് നമ്മൾ എന്ത് പറയുക? പെയർ എന്ന് പറയുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഏതൊക്കെ പെയർ ചേരുമ്പോഴാണ് 10 കിട്ടുക എന്നുള്ളതും ഏതൊക്കെ പെയർ വരുമ്പോഴാണ് 100 കിട്ടുക എന്നുള്ളതുമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, 1 + 9 ആണല്ലോ 10. പിന്നെ ഏതൊക്കെ 2 നമ്പേഴ്സ് വരുമ്പോഴാണ് 10 വരിക? ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് 10 വരിക? 2 + 8 എന്ന് എഴുതാം, 3 + 7 എഴുതാം അല്ലേ? 4 + 6, ദെൻ 5 + 5 എന്ന് എഴുതിക്കോടെ. ഇനി അടുത്തത് എന്താ തന്നിരിക്കുന്നത്? ഏതൊക്കെ പെയർ വരുമ്പോഴാണ് 100 കിട്ടുക എന്നുള്ളതാണ് തന്നിരിക്കുന്നത്. 1 + ഡാഷ് ഈസ് ഈക്വൽ ടു 100 എത്രയാണ്? 1 + 99 ആണ് അല്ലേ? അടുത്തത് ഡാഷ് പ്ലസ് 65 ഈസ് ഈക്വൽ ടു 100 എന്താണ്? 35 അല്ലേ? നെക്സ്റ്റ് 60 + എന്താണ്? 40 അല്ലേ 100? 70 + 30 ആണ് 100. ദെൻ ഡാഷ് പ്ലസ് 45 ഈസ് ഈക്വൽ ടു 100 എന്താണ്? 45ൻ്റെ കൂടെ എത്രയും കൂടിയും വരണം 100 ആവാനായിട്ട്? 55 വരണം അല്ലേ? ഇനി എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ദർ ആർ അതർ പെയേഴ്സ് ടു വിച്ച് ആഡ് അപ്പ് ടു 100. ആഡ് ചെയ്യുമ്പോൾ 100 കിട്ടാവുന്ന പെയറുകൾ വേറെയും ഉണ്ട്. ക്യാൻ യു ഫൈൻഡ് സം മോർ? നിങ്ങൾക്ക് കൂടുതൽ കണ്ടുപിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? 49 + 15 100 ആണ്. 48 + 52 100 ആണ്. കാൺ വി ഈസിലി ഫൈൻഡ് ഓൾ പെയേഴ്സ് വിത്ത് ദ സം 100? എന്താണ്? നമുക്ക് 100 ഉത്തരം കിട്ടുന്ന എല്ലാ പെയേഴ്സും എളുപ്പത്തിൽ കണ്ടെത്താൻ നമുക്ക് കഴിയുന്നില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് കേട്ടോ. കണക്ട് ഓൾ പെയേഴ്സ് വിത്ത് ദ സം 100. അതായത്
പെയേഴ്സ് എല്ലാം കണക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. 100 ഉത്തരം കിട്ടുന്ന പെയറുകൾ കണക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇവിടെ തന്നിരിക്കുന്ന കണ്ടില്ലേ 49ഉം 51ഉം 48ഉം 52ഉം. നെക്സ്റ്റ് നമ്മൾ കണക്ട് ചെയ്യണം. എങ്ങനെയാണ് വരിക? 47ഉം 53ഉം 100 ആണ്. 46ഉം 54ഉം 100 ആണ്. 45ഉം 55ഉം 100 ആണ്. 44ഉം 56ഉം 100 ആണ്. 43ഉം 57ഉം 100 ആണ്. 42ഉം 58ഉം 100 ആണ്. ദെൻ 41ഉം 59ഉം 100 ആണ് അല്ലേ. അടുത്തത് പെയേഴ്സ് മേക്കിംഗ് 1000 ആണ് കേട്ടോ. ഏതൊക്കെ പെയേഴ്സാണ് 1000 സമ്മായി വരുന്നത് എന്നാണ്. അതിൽ 50 + 950 എത്രയാ? 1000 ആണ്. 150 + 850 1000 ആണ് അല്ലേ. ഇനി 250 + ഡാഷ് ഈസ് ഈക്വൽ ടു 1000. അപ്പോൾ എത്രയാണ് വരിക? 250യുടെ കൂടെ എത്ര ആഡ് ചെയ്താലാണ് 1000 വരിക? 250യുടെ കൂടെ 750 വരുമ്പോഴാണ് അല്ലേ 1000 വരിക. നെക്സ്റ്റ് ഡാഷ് പ്ലസ് 650 ഈസ് ഈക്വൽ ടു 1000 എന്ന് തന്നിട്ടുണ്ട് അല്ലേ. 350 അല്ലേ വരേണ്ടത്, അപ്പോഴല്ലേ 1000 ആവുക. അടുത്തത് 450 + ഡാഷ് ഈസ് ഈക്വൽ ടു 1000. അപ്പോൾ എത്രയാണ് വരിക? 450 + 550 ഈസ് ഈക്വൽ ടു 1000 അല്ലേ. സ്റ്റാൾ 2 ക്ലോത്ത് ഷോപ്പ്. ഇവിടെ നമുക്ക് കുറേ ക്ലോത്ത്സും അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും നമുക്ക് ചോട്ടിൽ തന്നിട്ടുണ്ട്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് എമോങ് ദ 2 ഡ്രസ്സസ് ക്യാൻ വി ബൈ വിത്ത് 500 റുപ്പീസ്. അതായത് 500 രൂപയ്ക്ക് ഇതിൽ ഏത് 2 ഡ്രസ്സുകൾ നമുക്ക് വാങ്ങാൻ കഴിയുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലുക്ക് അറ്റ് ദ പ്രൈസസ് ആൻഡ് കാൽക്കുലേറ്റ്. പ്രൈസസ് നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ബിൽ 1 ബിൽ 2 എന്ന് പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഐറ്റംസ് നമുക്ക് വാങ്ങാം 500 റുപ്പീസിന് നോക്കാം. ഹാൻഡ് കർച്ചീഫിൻ്റെ റേറ്റ് 40 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 40യുടെ കൂടെ എത്രയും കൂടി വന്നാലാണ് 500 ആവുക? 460. 460യുടെ വല്ല ഐറ്റമോ ഉണ്ടോ നോക്കാം. ഉണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ അത് വാങ്ങാൻ പറ്റില്ല. നെക്സ്റ്റ് നോക്കൂ, 350 ആണ് അല്ലേ ചുരിദാർ. 350ക്ക് ചുരിദാർ എടുത്തു കഴിഞ്ഞാൽ വേറെ ഏത് ഐറ്റം കൂടിയും വാങ്ങാം? 350യുടെ കൂടെ എത്രയും കൂടിയും ചേർന്നാലാണ് 500 ആവുക? 150 അല്ലേ. അപ്പോൾ ബെഡ്ഷീറ്റ് എടുത്തോടെ. 150യുടെ ബെഡ്ഷീറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ ഐറ്റം എന്നുള്ളവിടെ എന്ത് ചെയ്താൽ ചുരിദാർ എന്ന് എഴുതുക, പ്രൈസ് 350 എന്ന് എഴുതുക. നെക്സ്റ്റ് ഷീറ്റ് എന്ന് എഴുതുക, റേറ്റ് 150. അപ്പോൾ 500 ആയല്ലോ. ഇനി ബിൽ 2ൽ നമുക്ക് ഏതൊക്കെ ഐറ്റം എഴുതാം? 200 റുപ്പിയുടെ ഒരു ഷർട്ട് എടുത്തു എന്ന് വിചാരിക്കുക. ഇനി ബാക്കി എത്രയും കൂടിയും വേണം 500 ആവാനായിട്ട്? 300 അല്ലേ. അപ്പോൾ ടീഷർട്ട് എടുത്തോടെ. അപ്പോൾ എന്ത് ചെയ്താൽ ഷർട്ട് ഐറ്റം തന്നെ അവിടെ ഷർട്ട് എന്ന് എഴുതുക, പ്രൈസ് 200 എന്ന് എഴുതുക. പിന്നെ ടീഷർട്ട് എന്ന് എഴുതുക ഐറ്റത്തിൻ്റെ അവിടെ, ദെൻ പ്രൈസ് 300. അപ്പോൾ 500 ആയല്ലോ. ഈ 2 എണ്ണം അല്ലാതെ വേറെ ഉള്ളത് സാരി എടുക്കുകയാണെങ്കിൽ 410 റുപ്പീസാണ്. പിന്നെ 500 ആവണമെങ്കിൽ പിന്നെ ഒരു 90 റുപ്പീസിൻ്റെ സ്കേർട്ടും എടുത്തു കഴിഞ്ഞാലും 500 ആവും. ഈ 2 ഐറ്റംസും കൂടി നമുക്ക് 500 റുപ്പീസിന് വാങ്ങാം. ഇതാണ് വേറൊരു ഓപ്ഷൻ ഉള്ളത്. അങ്ങനെ 3 ഓപ്ഷൻസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.